ഇന്ത്യൻ ടെലികോം വിപണിയുടെ ചരിത്രം പരിശോധിച്ചാൽ നമ്മുടെ മനസ്സിനെ തൊട്ടുണർത്തുന്ന ചില ചിത്രങ്ങളുണ്ട്. ഓർമ്മയുണ്ടോ? നമ്മൾ എവിടെ പോയാലും നമ്മളെ പിന്തുടരുന്ന ആ ഹച്ചിന്റെ ക്യൂട്ടായ വെള്ള പട്ടിക്കുട്ടിയെ, അല്ലെങ്കിൽ വാട്ട് ആൻ ഐഡിയ സർജി എന്ന് ചോദിച്ച് ഇന്ത്യയെ മുഴുവൻ ചിരിപ്പിച്ച അഭിഷേക് ബച്ചന്റെ ആ പരസ്യം. അതെ, 90കളിലും 2000ത്തിന്റെ തുടക്കത്തിലും നമ്മുടെ പോക്കറ്റിൽ സ്ഥാനം പിടിച്ച നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന രണ്ട് വമ്പൻ ബ്രാൻഡുകളായിരുന്നു വോഡഫോണും ഐഡിയയും. ഇന്ത്യയുടെ ഡിജിറ്റൽ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകിയവർ. പക്ഷേ ഇന്ന് 2026ലേക്ക് നമ്മൾ കടക്കുമ്പോൾ കഥയാകെ മാറിയിരിക്കുന്നു. ഒരു കാലത്ത് വിപണി വാണിരുന്ന ഈ രാജാക്കന്മാർ ഇന്ന് നിലനിൽപ്പിനായുള്ള അവസാന ശ്വാസം വലിക്കുകയാണ്. ഓഹരി വിപണിയിൽ ദിവസവും ഉയർച്ച താഴ്ചകളുടെ ത്രില്ലർ സിനിമയാണ് നടക്കുന്നത്. ഒരു വശത്ത് കമ്പനിയുടെ ഉടമസ്ഥർ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഓഹരികൾ വാങ്ങിക്കൂട്ടുന്നു. മറുവശത്ത് ലോക പ്രശസ്തമായ ധനകാര്യ സ്ഥാപനങ്ങൾ അപകടമാണ്, മാറി നിൽക്കൂ എന്ന് മുന്നറിയിപ്പ് നൽകുന്നു. യഥാർത്ഥത്തിൽ വോഡഫോൺ ഐഡിയ അഥവാ VIക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇതൊരു അവസാനമാണോ, അതോ ചാരത്തിൽ നിന്നും പറന്നുയരുന്ന ഫീനിക്സ് പക്ഷിയെ പോലൊരു തിരിച്ചുവരവാണോ? അടുത്ത 10 മിനിറ്റ് നമുക്ക് VIയുടെ ചരിത്രത്തിലൂടെയും വർത്തമാനകാലത്തിലൂടെയും ഒന്ന് സഞ്ചരിക്കാം. ഈ കഥ തുടങ്ങുന്നത് 1990കളിലാണ്. മൊബൈൽ ഫോൺ എന്നത് വലിയൊരു അത്ഭുതമായിരുന്ന കാലം. 1992 മാക്സ് ഗ്രൂപ്പും ഹോങ്കോങ്ങിലെ ഹച്ചിസൺ വാംപോയും ചേർന്ന് ഹച്ചിസൺ മാക്സ് എന്ന പേരിൽ മുംബൈയിൽ പ്രവർത്തനം ആരംഭിച്ചു. പിന്നീട് ഇത് ഓറഞ്ച് എന്നും ശേഷം ഹച്ച് എന്നും അറിയപ്പെട്ടു. പ്രീമിയം ഉപഭോക്താക്കളെയായിരുന്നു അവർ ലക്ഷ്യമിട്ടത്. അതേസമയം 1995 ആദിത്യ ബിർല ഗ്രൂപ്പ്, ടാറ്റ, AT&T എന്നിവർ ചേർന്ന് മറ്റൊരു സംരംഭത്തിന് തുടക്കമിട്ടു. പല കൈമറിച്ചിലുകൾക്കും ശേഷം 2002 അത് ഐഡിയ സെല്ലുലാർ എന്ന പേരിൽ പൂർണ്ണമായും ബിർല ഗ്രൂപ്പിന്റെ കീഴിലായി. ഗ്രാമപ്രദേശങ്ങളിൽ ശക്തമായ നെറ്റ്വർക്ക് നൽകിക്കൊണ്ട് ഐഡിയ സാധാരണക്കാരുടെ പ്രിയപ്പെട്ടതായി. 2007 കഥയിൽ വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചു. ലോകത്തെ തന്നെ വമ്പൻ ടെലികോം കമ്പനിയായ വോഡഫോൺ ഹച്ചിനെ ഏറ്റെടുത്ത് ഇന്ത്യയിലേക്ക് വന്നു. നഗരങ്ങളിൽ വോഡഫോണും ഗ്രാമങ്ങളിൽ ഐഡിയയും, ഇതായിരുന്നു അന്നത്തെ ഇന്ത്യയുടെ ടെലികോം ഭൂപടം. 2016 വരെ എല്ലാം സുഗമമായിരുന്നു. എയർടെല്ലും വോഡഫോണും ഐഡിയയും ലാഭത്തിൽ പ്രവർത്തിച്ചു. പക്ഷേ 2016 സെപ്റ്റംബറിൽ റിലയൻസ് ജിയോ എന്ന സുനാമി ഇന്ത്യൻ വിപണിയിൽ ആഞ്ഞടിച്ചു. സൗജന്യ വോയിസ് കോളുകളും തുച്ഛമായ നിരക്കിൽ അൺലിമിറ്റഡ് 4G ഡാറ്റയുമായി ജിയോ വന്നപ്പോൾ അതുവരെ വോഡഫോണും മറ്റും ഈടാക്കിയിരുന്ന ഉയർന്ന നിരക്കുകൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഉപഭോക്താക്കൾ കൂട്ടത്തോടെ ജിയോയിലേക്ക് പോയി. വരുമാനം ഇടിഞ്ഞു. പിടിച്ചു നിൽക്കാൻ മറ്റു വഴികളില്ലാതെ വന്നപ്പോൾ 2018 വോഡഫോണും ഐഡിയയും ലയിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനിയായി വോഡഫോൺ ഐഡിയ ലിമിറ്റഡ് രൂപം കൊണ്ടു. ഏകദേശം 40 കോടി വരിക്കാരുള്ള ഒരു ഭീമൻ കമ്പനി. വിജയിക്കുമെന്ന് എല്ലാവരും കരുതി. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ലയനം കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ തീർന്നില്ല. കമ്പനിയുടെ നടുവൊടിക്കാൻ AGR അഥവാ അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ എന്ന പേരിൽ ഒരു വലിയ ബാധ്യത കാത്തിരിപ്പുണ്ടായിരുന്നു. ടെലികോം കമ്പനികൾ തങ്ങളുടെ വരുമാനത്തിന്റെ ഒരു വിഹിതം സർക്കാരിന് നൽകണം. ഇതിനെ കണക്കുകളെ ചൊല്ലി വർഷങ്ങളായി കോടതിയിൽ കേസ് നടക്കുകയായിരുന്നു. ഒടുവിൽ സുപ്രീം കോടതി വിധി വന്നു. സർക്കാരിന് അനുകൂലമായി. വോഡഫോൺ ഐഡിയ പിഴയും പലിശയും അടക്കം ഏകദേശം 58,000 കോടി രൂപ സർക്കാരിന് നൽകണം. ഇതിനു പുറമെ സ്പെക്ട്രം വാങ്ങിയ വകയിലുള്ള ലക്ഷം കോടിയുടെ കടം വേറെയും. കയ്യിൽ പണമില്ല, വരിക്കാർ കൊഴിഞ്ഞു പോകുന്നു. 5G വികസിപ്പിക്കാൻ പണമില്ലാത്തതുകൊണ്ട് വിപണിയിൽ പിന്നിലാകുന്നു. ചുരുക്കത്തിൽ VI ഒരു മുങ്ങുന്ന കപ്പലായി മാറി. വരിക്കാരുടെ എണ്ണം 40 കോടിയിൽ നിന്ന് 21 കോടിയിലേക്ക് താഴ്ന്നു. ഇനി നമുക്ക് വർത്തമാനകാലത്തിലേക്ക് വരാം. 2026 ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം VIയിൽ അപ്രതീക്ഷിതമായ ചില നീക്കങ്ങൾ നടക്കുന്നു. ആദിത്യ ബിർല ഗ്രൂപ്പ് ചെയർമാൻ കുമാർ മംഗളം ബിർല വിപണിയിൽ നിന്ന് നേരിട്ട് VIയുടെ ഓഹരികൾ വാങ്ങിക്കൂട്ടുകയാണ്. ജനുവരി അവസാനം മുതൽ ഫെബ്രുവരി ആദ്യ വാരം വരെ അദ്ദേഹം വാങ്ങിയത് ഏകദേശം 6 കോടി ഓഹരികളാണ്. ഇതിന്റെ മൂല്യം ഏകദേശം 68 കോടി രൂപ വരും. ഒരു പ്രൊമോട്ടർ സ്വന്തം കമ്പനിയുടെ ഓഹരികൾ വാങ്ങുന്നത് വിപണിയിൽ വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഇതോടെ ഓഹരി വില കുതിച്ചുയർന്നു. എന്തുകൊണ്ടാണ് ബിർള ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്? സർക്കാർ AGR കുടിശ്ശിക തിരിച്ചടയ്ക്കുന്നതിന് 2035 വരെ സാവകാശം നൽകിയിട്ടുണ്ട്. ഇത് കമ്പനിക്ക് വലിയൊരു ആശ്വാസമാണ്. മാത്രമല്ല, ആഭ്യന്തര ബ്രോക്കറേജ് സ്ഥാപനമായ MK ഗ്ലോബൽ VI ഓഹരികൾ വാങ്ങാമെന്ന് നിർദ്ദേശിക്കുകയും ടാർഗറ്റ് വില ഇരട്ടിയാക്കി 12 രൂപയാക്കുകയും ചെയ്തു. കമ്പനി തിരിച്ചു വരുമെന്ന ബിർളയുടെ വിശ്വാസമാണ് ഇവിടെ കാണുന്നത്. പക്ഷേ നാണയത്തിന് മറ്റൊരു വശമുണ്ട്. ആഗോള ഭീമന്മാരായ JP മോർഗൻ കാര്യങ്ങളെ അത്ര ശുഭപ്രതീക്ഷയോടെ അല്ല കാണുന്നത്.
അവർ VI ഓഹരിയുടെ റേറ്റിംഗ് കുറയ്ക്കുകയും ടാർഗറ്റ് വില 9 രൂപയായി നിശ്ചയിക്കുകയും ചെയ്തു. ഓഹരി വില ഇനിയും 23% ഇടിയാൻ സാധ്യതയുണ്ടെന്നാണ് അവർ പറയുന്നത്. അവരുടെ കാരണങ്ങൾ വ്യക്തമാണ്. 1. ഫണ്ടിംഗ് പ്രതിസന്ധി. 5G വിപുലീകരിക്കാൻ VIക്ക് കുറഞ്ഞത് 25,000 കോടി രൂപയുടെ ലോണെങ്കിലും അടിയന്തരമായി വേണം. എന്നാൽ ബാങ്കുകൾ ഇപ്പോഴും മുഖം തിരിച്ചു നിൽക്കുകയാണ്. വരിക്കാർ ജിയോയിലേക്കും എയർടെല്ലിലേക്കും പോകുന്ന പ്രവണത കുറഞ്ഞെങ്കിലും പൂർണ്ണമായി നിന്നിട്ടില്ല. 3. 5G ഇല്ലായ്മ. പ്രധാന നഗരങ്ങളിൽ പോലും ശക്തമായ 5G നൽകാൻ VIക്ക് കഴിയാത്തത് പ്രീമിയം വരിക്കാരെ അകറ്റുന്നു. അതുകൊണ്ട് ഫണ്ടിംഗ് കിട്ടാതെ കമ്പനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നാണ് JP മോർഗൻ പറയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വോഡഫോൺ ഐഡിയ ഇപ്പോൾ ഒരു നൂൽപാലത്തിലൂടെ നടക്കുകയാണ്. സർക്കാർ നൽകിയ സാവകാശം ഒരു ഓക്സിജൻ സിലിണ്ടറാണ്. കുമാർ മംഗളം ബിർളയുടെ നിക്ഷേപം ഒരു ഉത്തേജകമായിരുന്നു. പക്ഷേ ബാങ്കുകളിൽ നിന്ന് പുതിയ ലോൺ ലഭിക്കുകയും അതുപയോഗിച്ച് 5G സേവനം മെച്ചപ്പെടുത്തുകയും ചെയ്യാതെ ഈ രോഗം പൂർണ്ണമായി മാറില്ല. അടുത്ത കുറച്ചു മാസങ്ങൾ VIയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഇന്ത്യയിൽ ജിയോയും എയർടെല്ലും മാത്രമുള്ള ഒരു ഡുവോപോളി വരുമോ, അതോ VI ശക്തമായി തിരിച്ചു വരുമോ? നിക്ഷേപകർക്ക് ഇതൊരു അവസരമാണോ അതോ കെണിയാണോ? കാത്തിരുന്നു കാണാം. നിങ്ങൾ ഇപ്പോഴും VI സിം ഉപയോഗിക്കുന്നുണ്ടോ? നിങ്ങളുടെ അനുഭവം കമന്റ് ചെയ്യുക. ബിസിനസ് ലോകത്തെ ഇത്തരം ആഴത്തിലുള്ള വിശകലനങ്ങൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.